സൈറ്റ് ഉള്ളതാ. ഓടി ഓടി ഇങ്ങോട്ട്. ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇവര് തെരുക്കുത്താടികളാ. ആട്ടം ഇവിടെയും ആകാമല്ലോ. ആട് എല്ലാവരും മാറി നിൽക്കും. അനങ്ങിപ്പോകരുത്. നീ തന്നെ എവിടെ വന്നു? എന്നെ കാണാൻ. ഗംഗ എന്നെ അറിയും. നിന്നെയും അറിയും. ഷേർഖാൻ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് 3 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നവൻ. കമ്മീഷണർ സാബ്, तो तुमने शेर खान को पहचान लिया? അറിയാം. ഓ, അപ്പൊ നിനക്ക് എല്ലാവരെയും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ആത്മഹത്യ ചെയ്യാനോ? അതിന് വല്ല ആറ്റിലൊക്കെ അതൊന്ന് ചാടിയാ പോരെ? ഇങ്ങോട്ട് വരണം ഞങ്ങളെ മെനക്കെടുത്താൻ. മനുഷ്യരെ കൊള്ളുന്ന നിങ്ങൾക്കൊരു മെനക്കേടോ? നീ ഒരു വിളഞ്ഞ വിത്താണല്ലോ. അല്ല, മുറ്റിയ മരം തന്നെയാണ്. നമുക്ക് കണ്ടുകളയാം. भद्रन, कमिश्नर साहब को रास्ता दिखाओ. നിനക്ക് ഗംഗയെ കണ്ടു തന്നെയാണോ അല്ലേ? അതെ. നടക്കെ. चलिए. അങ്ങോട്ട് പോയി സൗകര്യം പോലെ കണ്ടുകൊള്ളണം. ഞാൻ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. जाइए कमिश्नर साहब, खुदा हाफिज. വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ? കൊടിയൻ അവൻ അല്പം കൊടുക്ക. എനിക്കും അല്പം വേണം കൈ കഴുകാൻ.
ഇയാൾ ഇവിടെ എന്തിനു കൊണ്ടുവന്നു? ഞാൻ സ്വയം വന്നതാണ് നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? ആ. ഇത്തരം സ്ഥലത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോട് തിരിച്ചുപോയ ചരിത്രമില്ലെന്നറിയാമല്ലോ. പോലീസിന്റെ കയ്യിൽ കിട്ടിയ നിങ്ങളെപ്പോലൊരു കുറ്റവാളിയെ പോലീസ് വിട്ടയച്ച ചരിത്രവുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ, അപ്പൊ ചരിത്രം ചിലതൊക്കെ മാറണം അല്ലേ ഗംഗാധരൻ? അന്നെന്നെ വിട്ടയച്ചതിന്റെ അവകാശവാദമാണോ? അല്ല, അതെന്തിനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്റെ ഹൃദയം എന്തോ മരവിച്ച് മരിച്ചു കഴിഞ്ഞു. പിടിച്ചു കെട്ടുവനെ. നിങ്ങൾ എന്തിനെന്നെ പിടിച്ചു കെട്ടുന്നത്? നിങ്ങൾക്ക് എന്നെ ഭയമാണ്. ഭയമോ? ഞങ്ങൾക്കും ഇല്ലേ? ഇല്ല. എല്ലാവരും തോക്കുതാഴത്തും. അപ്പൊ ഭയമുണ്ട്, എനിക്കതില്ല. ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. വേണ്ട, അയാളെ കെട്ടണ്ട. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. വരൂ. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. പറയാം, അതിനാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനീ മഹാപാപം ചെയ്യുന്നു? മനസ്സിലായില്ല. ജീവിക്കാൻ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊള്ളയടിക്കണം, മനുഷ്യരൊപ്പം നശിപ്പിക്കണം. നിങ്ങൾ എത്ര പേരെ ഇടിച്ചു കൊല്ലുന്നു, എത്ര പേരെ തൂക്കിക്കൊല്ലുന്നു. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ തൊഴിൽ ചെയ്യുന്നത്? നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത്. അധ്വാനിച്ച് ജീവിച്ച് മര്യാദയ്ക്ക് കഴിയുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ കൊലപ്പെടുത്തി ഛിന്നഭിന്നമാക്കുന്നത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നിയമത്തിന് കീഴടങ്ങി മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കണം. നിയമം? എന്ത് നിയമം? ഏത് നിയമം? നിങ്ങളുടെ നിയമം പാലിക്കുന്നവരാരാണ്? ഒരു നിയമത്തിന്റെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങിക്കുന്ന പലരെയും ഞങ്ങൾക്കറിയാം. കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കുന്ന ഏമാന്മാർ. നിയമത്തെ വ്യതിചരിക്കുന്നത് ആരാണ്? അവർ ചെയ്യുന്ന കൊല്ലാക്കൊല ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമോ ഈ നിൽക്കുന്ന ഭദ്രനെ? അവൻ എങ്ങനെ ഇവിടെ വന്നുവെന്ന്? സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ ശിക്ഷിക്കപ്പെടാതെ വന്നപ്പോ പ്രതികാരം ചെയ്തവൻ കാട് കയറി. ആ നിൽക്കുന്ന ഗോപാൽ അവന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത രാഷ്ട്രീയ നേതാവിനെ നിങ്ങളുടെ നിയമം ശിക്ഷിച്ചില്ല. MLA മാർ വോട്ട് ചെയ്ത് അവൻ MP ആക്കി. ഇനി ഞാൻ കൊള്ളക്കാരനായ കഥ കേൾക്കണം. മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി 2 തേങ്ങ ഇട്ടതിന് നിങ്ങൾ പറയുന്ന നിയമം എന്നെ കള്ളനാക്കി. എനിക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം എവിടെ നിന്നറിയാമോ? ദുർഗുണ പരിഹാര പാഠശാലയിൽ, അതും സർക്കാർ ചെലവിൽ. ഗംഗാധരൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനെതിരായി നിങ്ങൾ ഉപയോഗിച്ച മാർഗമാണ് തെറ്റിപ്പോയത്. പുഴുക്കളെ പോലെ മനുഷ്യരെ നിങ്ങൾ ചുട്ടരിക്കുന്നു, എന്നിട്ട് പുരോഗമനം പറയുന്നു. നിങ്ങൾക്ക് സമൂഹത്തിന്റെ വെറുപ്പ് മാത്രമേ നേടാനാവൂ. മരണഭയമില്ലാത്തതുകൊണ്ട് മാത്രം ഒരാൾ ധീരനാവുന്നില്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ധീരത. നിങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഗംഗാധരൻ, നിങ്ങൾ ഈ വഴിയിൽ നിന്നും പിന്തിരിയണം. ഇനിയും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുടേതാണ് സമൂഹം. അവിടെ നിങ്ങൾക്ക് ഭയക്കാനും ഭയപ്പെടുത്താനും ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരൂ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കൂ. സെൻട്രൽ ജയിലിൽ പാറ പൊട്ടിക്കണമായിരിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. എങ്ങനെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്? ഞങ്ങൾ കൊള്ളക്കാരാണ്, കൊല ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങളുടെ നിയമം ഞങ്ങൾ വെറുതെ വിടില്ല. കോടതിയും ജയിലും കൊലക്കാരുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. നിയമം ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല, മനുഷ്യ രക്ഷിക്കാൻ കൂടിയാണ്. നിങ്ങളുടെ തെറ്റ് തിരുത്തുമെങ്കിൽ കുറ്റങ്ങൾ പൊറുക്കാനും പുതിയൊരു ജീവിതം നൽകാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഈ ജീവിതമാണ് പഴക്കം. ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, സംതൃപ്തരാണ്. അല്ല, ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തോക്കു ചുമന്ന് കൊള്ളയും കൊലയും ചെയ്ത് ജീവിച്ച നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ അന്ന് കൊല്ലുകയില്ലായിരുന്നു. അതെ, ആന്റണി. അവൻ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ശിക്ഷയായിരുന്നു. അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവന്റെ ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ
ആ തെറ്റവൻ ചെയ്യില്ലായിരുന്നു. കുടുംബം, നിങ്ങൾക്കത് മനസ്സിലാവില്ല. അമ്മയെ രക്ഷിക്കാൻ കള്ളനായ നിങ്ങൾ പിന്നീട് ഒരിക്കലെങ്കിലും അമ്മയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ അവർ സ്വന്തം ശരീരം തന്നെ വിൽക്കുന്നുണ്ടാവും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അമ്മപെങ്ങന്മാരെ പറ്റി അത്തരത്തിൽ ചിന്തിക്കാൻ പോലും വയ്യ അല്ലേ? എത്രയോ സ്ത്രീകളെ നിങ്ങൾ വിധവകളാക്കി, എത്രയോ അമ്മമാരെ നിങ്ങൾ മക്കളില്ലാത്തവരാക്കി, എത്രയോ സഹോദരിമാരെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ എങ്ങനെ പിച്ചക്കാരിയായെന്ന് നിനക്കറിയാമോടാ? നീ കാരണമാടാ, നീ കാരണം. പണത്തിനു വേണ്ടി നിങ്ങൾ കൊന്നുതള്ളിയ മനുഷ്യരെ പറ്റി, അവരുടെ കുടുംബങ്ങളെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാതകങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നൂറ്റിക്കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കിയ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണോ? ആയുസ് മുഴുവൻ ഭയന്നും മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും മൃഗങ്ങൾ പോലും ജീവിക്കാറില്ല. ഗംഗ, എന്താണിത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഗംഗ, നമുക്കിടയിൽ അന്തചിത്രം ഉണ്ടാക്കാൻ, നമ്മെ തമ്മിൽ അടിപ്പിക്കാനാണ് അവനിത് പറഞ്ഞത്. അവനെ വകവരുത്തേണ്ട വഴിയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഗംഗ, തും പാഗൽ ഹോ, നിനക്ക് ഭ്രാന്താണ്. ഗംഗ, അവന്റെ പൊള്ളയായ വാക്കുകൾ നീ വിശ്വസിച്ചു അല്ലേ? ഇല്ല, പക്ഷേ അയാൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഏത് നിമിഷവും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത്? എടാ മലയ, ജീവിതത്തിലെ പരമസുഖം ഉപേക്ഷിക്കണമെന്ന്. ഇവിടെ വേണ്ടുവോളം പണമുണ്ട്, മദ്യമുണ്ട്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇരുമ്പടികളും കൊലമരവും തേടി പോണമെന്നു. ഗംഗ, തും ഹി ജാओगे? ഇല്ല, നമുക്കൊരു പുതിയ ജീവിതം തരാമെന്നാണ് അയാൾ പറഞ്ഞത്. എടാ പമ്പര വിഡ്ഢി, ശക്തി കൊണ്ട് നമ്മെ കീഴടക്കാനാവില്ലെന്ന് കണ്ടപ്പോ പോലീസ് ഉണ്ടാക്കിയ ഒരു കെണിയാണിത്. കാക്കിക്കുള്ളിലെ കരിങ്കവനാണ് അവൻ. അവനെ ഇവിടെ കൊണ്ടുവന്ന് താന തട്ട് ചെയ്യാൻ അവിടെ വെച്ചേ തട്ടേണ്ടതായിരുന്നു. ഇനിയും താമസിച്ചു വരൂ. ഞാൻ ഇയാളുടെ കൂടെ പോവുകയാണ്. ഗംഗ, ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എന്റെ കൂടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇയാൾ വാക്ക് പാലിക്കുമെങ്കിൽ, എനിക്കൊരു ജീവിതം തരുമെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വരണം. ഇല്ല, പാലിക്കില്ല. അയാൾ നിന്നെ വഞ്ചിക്കും. എന്റെ ജീവൻ ആപത്തുന്നല്ലേ? സാരമില്ല, അതൊരിക്കലും ഇയാൾ തിരിച്ചു തന്ന ജീവനാണ്. ഇനി ഇതെനിക്ക് വേണ്ട. ഗംഗ, അയാൾ നിന്നെ വഞ്ചിക്കും. നീ ഒരിക്കൽ തിരിച്ചു വരും. നിനക്ക് ഇനിയും ഈ തോക്ക് പിടിക്കേണ്ടി വരും. ഇനി ഈ തോക്ക് ഞാൻ പിടിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഇയാളുടെ വംശം നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാൻ പോകുന്നു. അവനെ കൊല്ലരുത്. അത് ബുദ്ധിയല്ല. നമുക്കവനെ തിരിച്ചു കൊണ്ടുവരണം. അവൻ നിങ്ങൾക്കൊരു നേതാവാണ്. കൊള്ളക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല, അവന് പുതിയൊരു ഉദ്യോഗം ഉണ്ടായി കൊടുക്കാനുള്ള ബന്ധപ്പാടിലാണ് പോലീസ് കമ്മീഷണർ രാജശേഖരൻ തമ്പി, നിന്റെ തന്ത. എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ രാജ്യത്തെ സകല കൊലപാതകളെയും കൊള്ളക്കാരെയും പിടിച്ച് പുണ്യവാളന്മാരാക്കി കളയാന്നുള്ള പുതിയ എക്സ്പെരിമെന്റിലാ പുള്ളി. കണ്ട ഉടനെ വെടിവെച്ച് കൊല്ലിയോ തൂക്കിലിടുകയുണ്ട. ഇനിയിപ്പം പോലീസ് സ്റ്റേഷനുകളിൽ നിലത്തെഴുത്ത് പഠിപ്പിക്കാനും ജയിലുകളൊക്കെ കാഴ്ച ബംഗ്ലാവാക്കാനുള്ള വല്ല പുതിയ പദ്ധതികളുണ്ടോ എന്ന് കണ്ടറിയണം. അങ്ങനെ വന്നാൽ ഞങ്ങളെ പോലുള്ളവര് കാക്കി കുപ്പായിട്ടുണ്ട് കമ്പിക്കൂണ്ടാത്ത് കിടക്കേണ്ടി വരും, പ്രദർശന വസ്തുവായിട്ട്. വീട്ടിൽ വന്നാലും പോലീസ് സ്റ്റേഷനും ഡ്യൂട്ടിയും കൊള്ളക്കാരും വേറെ ഒരു വിചാരവും ഇല്ല. നീ പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇപ്പൊ ഒരു വിചാരം വന്നു. എന്തുവാ? ഇങ്ങോട്ട് വന്നേ.
തുണിയൊന്നും തരത്തില്ല. നല്ല തുണിയുടെ വെളിയിൽ പോയാ വല്ല പെമ്പിള്ളരും മോനെ തട്ടിക്കൊണ്ട് പോകുമെന്ന്. പിന്നെ സ്ത്രീധനം കിട്ടില്ലെന്ന അച്ഛന്റെ പേടി. ഒന്ന് മാറി നിൽക്ക്, ഞാൻ ഈ തുണിയൊന്ന് മാറ്റട്ടെ പ്ലീസ്. പോ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ. എന്നെ മാത്രമല്ലേ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്. മറ്റേ മോൻ അവിടെ എന്തോ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വായിങ്ങോട്ട്. നീ എന്റെ മോനല്ലേ, മറ്റവന്മാര് നിന്റെ തള്ളയുടെ ആദ്യാ. നീ നടക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാം. റെഡി? നിങ്ങളുടെ അച്ഛനൊരു വല്ലാത്ത പിശുക്കൻ തന്നെ. അതിന് കാരണം നിന്റെ ചേച്ചി എന്റെ ചേട്ടനുമാണ്. അവര് കയറി മുമ്പേ അങ്ങ് പ്രേമിച്ചു. ഡൗറി തൊട്ട് കിട്ടിയതുമില്ല. പിന്നെ മൂപ്പിൽസ് വിടുമോ? ഇതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അല്പം സൊള്ളൽ, ഒരു കെട്ടിപ്പിടുത്തം, പിന്നെ ഒരു ഡ്യുവറ്റ്. I love you baby, I love you baby, I love you baby, I love you baby, I love. നീ അതൊന്നും കണ്ട, കണ്ണുപത്ത്, കണ്ണുപത്തിക്കോ. അങ്ങോട്ട് ഞാനിത് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നതാ. പിന്നെ അച്ഛൻ കൂടെ ഒന്ന് കണ്ടിട്ടെന്ന് കരുതി വിളിച്ചോണ്ട് വന്നപ്പോ ഇപ്പൊ എന്റെ കണ്ടു കൊത്തുവാന്നു. നോക്കും പോകരുത്, കാണാൻ നല്ല രസമുണ്ട് സിനിമയിലെ കൂട്ട്. നീ പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല. അവനോ വഷളായി, ഇനി നീയോ? I love you, love you. അച്ഛൻ 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 അച്ഛൻ. അവിടെ നിൽക്കണോ? അവിടെ എവിടെ വാടാ? എടാ പ്രേമമാരാ, ഞാനിതൊന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു അല്ലേ? അത് ചുമ്മാതാ, ഞാനാ കണ്ടുപിടിച്ചത്. എടാ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛ അത് അത് അച്ഛ അത് 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 ഞാനും കണ്ടു, നന്നായിരുന്നു. പക്ഷേ അത് അവിടെ കൊണ്ട് തീരണം. ഈ അച്ഛൻ ഒരു കത്തുറുമ്പ് തന്നെ. ഒരു എടാ, നിന്നോട് ഞാൻ പറയാ, നിന്റെ ചേട്ടനുണ്ടല്ലോ, അവൻ കമ്മീഷന്റെ മരുവനൊക്കെ കാര്യം ശരിയാ. പക്ഷെ എനിക്ക് കാൽചക്ര സീതനം കിട്ടിയോ? ഇപ്പൊ മറ്റവിടെ ഇളയവള് നിന്നെ കയറി പിടിച്ചിരിക്കുക. ഞാൻ അച്ഛൻ പറയുന്ന പോലെ കേൾക്കാം. എങ്കിൽ നിനക്ക് നല്ലത് മറ്റവന്റെ കൂടെ ചേർത്ത് ഇതിനകത്ത് ഞാൻ ഈടായിക്കൊള്ളാം. അല്ലെങ്കിലേ എന്റെ സ്വത്തിൽ നിന്ന് കാശ് ഞാൻ തരില്ല. ഇല്ല അച്ഛാ, ഇനി ഞാൻ അവളെ കാണത്തില്ല, സത്യമായിട്ടും. വേണ്ട വേണ്ട, കാണാതിരിക്കണ്ട, കണ്ടോളൂ, പ്രേമിച്ചോളൂ. പക്ഷെ കല്യാണം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യും. ഈ വയസ്സുകാലത്താ? എനിക്കല്ലട വശവാ, ഇവന്. അച്ഛാ, അപ്പൊ എനിക്കോ അച്ഛാ? അത് പിന്നെ നടക്ക നടക്കടാ. എനിക്കൊന്നിനെ പിടിച്ചു വന്നില്ലെങ്കിൽ ഈ തോർത്ത് കൊടുത്തോണ്ട് എവിടെ നിന്നെങ്കിലും ഞാനൊന്നിനെ പിടിച്ചോണ്ട് വരുമല്ലോ. നീ തോർത്തെടുത്തോണ്ട് ഇവിടെ കാണുന്നത് പിടിച്ചോ. അച്ഛാ, എനിക്ക് കല്യാണം.